റവാഡ ചന്ദ്രശേഖർ പുതിയ സംസ്ഥാന പോലീസ് മേധാവി. പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ നിന്ന് റവാഡ ചന്ദ്രശേഖറിന്റെ പേര് തിരഞ്ഞെടുത്തത്. 1991 കേരള കേഡർ IPS ഓഫീസറാണ് റവാഡ ചന്ദ്രശേഖർ. തലശ്ശേരി ASP ആയാണ് തുടക്കം. ഇപ്പോൾ കേന്ദ്ര സർവീസിലുള്ള അദ്ദേഹം കേരളത്തിൽ എത്തും വരെ ലോ ആൻഡ് ഓർഡർ ADGP H. വെങ്കടേഷ് ചുമതല വഹിക്കും. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള SPGയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവി സ്ഥാനത്ത് നിന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയായുള്ള റവാഡ ചന്ദ്രശേഖരന്റെ നിയമനം. 1991 ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥരാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം കേരള പോലീസിൽ സുപ്രധാന പദവികൾ വഹിച്ചിട്ടുണ്ട്. IB സ്പെഷ്യൽ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നതിനിടെയാണ് റവാഡ ചന്ദ്രശേഖരനെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലെ സെക്രട്ടറി സെക്യൂരിറ്റി എന്ന സുപ്രധാന പദവിയിൽ കേന്ദ്ര സർക്കാർ നിയമിച്ചത്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന റവാഡ IB മേധാവിയാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നിലവിലെ മേധാവിക്ക് കേന്ദ്രം കാലാവധി നീട്ടി നൽകിയതോടെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചത്. സംസ്ഥാനത്തെ DGPമാരുടെ സീനിയോറിറ്റി പട്ടികയിൽ രണ്ടാമനാണ് റവാഡ. CPMന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ചോര പുരണ്ട അധ്യായമായ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന IPS ഉദ്യോഗസ്ഥരാണ് റവാഡ A. ചന്ദ്രശേഖർ. CPMന്റെ രക്തസാക്ഷി രാഷ്ട്രീയത്തിലെ വൈകാരിക സംഭവമായ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ ഇടത് സർക്കാരിന്റെ കാലത്ത് പോലീസ് തലപ്പത്തേക്ക് വരുന്നത് വലിയ രാഷ്ട്രീയ കൗതുകത്തിനും ചർച്ചകൾക്കും വഴിവെക്കുമെന്നുറപ്പ്. 1994 നവംബർ 25 കൂത്തുപറമ്പിൽ അന്നത്തെ മന്ത്രി MV രാഘവനെതിരെ DYFI നടത്തിയ പ്രതിഷേധത്തിന് നേരെയുണ്ടായ വെടിവെപ്പിൽ 5 പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അന്ന് കണ്ണൂർ ASP ആയിരുന്ന റവാഡ ചന്ദ്രശേഖരനെതിരെ പിന്നീട് അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ കേസെടുത്തിരുന്നു. എന്നാൽ 2012 ഹൈക്കോടതി അദ്ദേഹത്തെ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കി. കൂത്തുപറമ്പിന്റെ ചരിത്രം തടസ്സമാകാതെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന വർഷം റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസിന്റെ അമരക്കാരനാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നത്. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം.